ദർശനത്തെ അടുത്തൊരു ജനറേഷന് കൈമാറാൻ ഹല്ലേലൂയ ഒരു തലമുറ പുറപ്പെടുമ്പോഴാണ് അവിടെ സഭയുടെ വളർച്ചയുണ്ടാകുന്നത്. നിങ്ങൾ നോർമലി നിങ്ങൾ തന്നെ ആലോചിച്ച്, ഞാൻ പറയുന്ന പദം എന്നോടങ്ങ് പുറത്തേക്കണം. ഒരു കൊച്ചിനെ പ്രസവിക്കാത്ത സ്ത്രീക്ക് മച്ചി എന്ന് പേർ വിളിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കൾ ജനിക്കാത്ത സഭയ്ക്ക് എന്ത് പേരിടണം? ആലോചിച്ച് നോക്കി. എത്രയോ പരിതാപകരമാണ് സഭയുടെ അവസ്ഥ. താൻ തന്നിൽ തന്നെ ഒതുങ്ങിപ്പോയാലുള്ള അന്തരീക്ഷത്തെ കുറിച്ച് ആലോചിച്ച്. അപ്പം ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ്? ഒരു തലമുറയ്ക്ക് യേശുവിനെ കൈമാറാൻ. എങ്ങനെ പ്രസംഗിക്കുക എന്ന് എനിക്കറിയില്ല. 4 കാലും വാലുമുള്ള കാളയുടെ പിന്നാലെ കാലം കഴിച്ച അന്ധകാര ശക്തികൾക്ക് ധൂപം കാണിക്കുന്ന ഒരു വല്ലാത്ത പട്ടണം ഉണ്ടായിരുന്നു, ശമരിയ പട്ടണം. വിച്ച് ക്രാഫ്റ്റ് ഏറ്റവും കൂടുതൽ മന്ത്രവാദ ആഭിചാര ദുരാത്മ മണ്ഡലങ്ങൾക്ക് പാത സേവ ചെയ്തൊരു പട്ടണമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ആ പട്ടണത്തിലെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഫിലിപ്പോസ് ആ പട്ടണത്തിന്, എനിക്കാണ് മനോവെള്ള നന്ദി കേട്ടോ, താങ്ക് യു. ഫിലിപ്പോസ് ആ പട്ടണത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന തന്നെ യേശുവിനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞൊരു വാക്യമാണ്. അടുത്ത വാക്യം, ആ പട്ടണം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ചിരിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, തന്നിൽ തന്നെ ഡിപ്രഷനിൽ, ആൻസൈറ്റിയിൽ, സ്പിരിറ്റ് ഓഫ് ഫിയറിൽ വലിഞ്ഞ് മുറുകി ഒരുതരം സൂയിസൈഡ് അറ്റംപ്റ്റുകളിൽ പെട്ടുപോയ ഒരു പട്ടണത്തിന് നടുക്ക് ഫിലിപ്പോസ് യേശുവിനെ കൊടുക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതി, അവരെല്ലാവരും ചർച്ചയിൽ അധികം സ്വോത്രയാച്ചിട്ടെന്നല്ല, അവർ സന്തോഷിക്കാൻ തുടങ്ങിയത്. ഞാൻ ദൈവമക്കളോട് പറയുന്നത്, സ്കോട്ട്ലൻഡിലെ തണുപ്പ് കൊള്ളുന്നതല്ല സന്തോഷം എന്ന് പറയുന്നത്. യഥാർത്ഥ സന്തോഷം തരുന്നത് കർത്താവ് നമ്മുടെ അകത്തിരിക്കുമ്പോഴാണ്. ആ കൈയൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിലുള്ള സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പൊ പോട്ടെ, ഞാൻ ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. ഹല്ലേലൂയ. അങ്ങനെ ഈ കൊട്ടയ്ക്കകത്ത് നിങ്ങൾ ബൈബിളിനകത്ത് 2-3 പദങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ പദം ബ്രെഡ് പീസസ്. ഒന്ന് പറഞ്ഞു നോക്കിയ വാക്ക് അപ്പക്കഷ്, ക്രംസ്, അത് നമ്മൾ സാർ ഉപയോഗിക്കുന്ന വാക്കാണ്. മൂന്നാമത് ഇപ്പോൾ ഒരു ന്യൂ ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ആണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചത്. അതിനകത്ത് ബ്രോക്കൺ പീസസ്, അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ വേർഡാണ്. തകർക്കപ്പെട്ട അപ്പക്കഷ്ണം. യേശു പറഞ്ഞു, ഐ ആം ദി ലിവിങ് ബ്രെഡ്, ഞാൻ ജീവന്റെ അപ്പമാകും. ആ അപ്പം തകർന്നത് എവിടെയാ? ക്രൂശിൽ വെച്ച്. അപ്പോ ക്രൂശിനെ കൊണ്ട് നടക്കുന്ന ഒരു തലമുറ, ക്രൂശിനെ കൊണ്ട് പോകുന്ന ഒരു തലമുറ, ക്രൂശിനെ അടുത്തൊരു തലമുറയ്ക്ക് കൈമാറുന്ന ഒരു തലമുറ. ഇനി നമ്മുടെ ഈ രണ്ടാമത്തെ സെക്ഷന്റെ ദൂത് ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. അതെന്റെ ചിന്ത മാത്രമാണ്. ആമേ. എത്ര പേര് ഓർത്തിരിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ കൊട്ടയ്ക്കകത്ത് അപ്പം എടുത്ത ഈ തലമുറയുടെ യേശു പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകണ്ട. ഈ ക്രിസ്ത്യാനിറ്റിയിൽ, അല്ലെങ്കിൽ നാം പറയുന്ന ഈ വേർപെട്ട മുന്നേറ്റത്തിൽ നമ്മൾ ഏറ്റവും ആഴമായി പഠിക്കുന്ന ഒരു പദമുണ്ട്, ഡിസൈപ്പിൾസ് എന്ന് പറയും, ശിഷ്യത്വം. ഒന്ന് പറഞ്ഞ വാക്കൊന്ന്. ആമേൻ. ഡിസൈപ്പിൾസ്. അപ്പൊ പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടത് ഒരു വിശ്വാസിനെയല്ല. മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കേൾവിക്കാരെയല്ല വേണ്ടത്, ഏറ്റെടുക്കുന്നവരെയാണ്. ഇതുപോലെ തന്നെ ആമേൻ, നമുക്ക് വേണ്ടത് ആൾക്കൂട്ടമല്ല, നമുക്ക് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ഈ ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞ സ്റ്റഡി വളരെ തീവ്രമായ ഒരു പഠനമാണ്. ഈ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഡിസൈപ്പിൾസിന്റെ 3 ലെസൺസ് ഉണ്ട്, 3 ചാപ്റ്ററുകളുണ്ട്. അതിന് ഒന്നാമത്തത് ആമേൻ, നീ എവിടെ പാർക്കുന്നു? നിങ്ങൾ ശരിക്കാണോ കേൾക്കുന്നത്? നീ എവിടെ പാർക്കുന്നു എന്ന് യേശുവോട് ചോദിക്കുന്നുണ്ട്. യേശു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? വന്ന് കാണുക. റൈറ്റ്, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ അവിടെയാണ്, ഞാൻ ഇവിടെയാണെന്നല്ല പറഞ്ഞത്, വന്ന് കാണുക. അപ്പൊ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ആമേ കേൾവിയല്ല, പോയി കാണുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങൾ കണ്ടതല്ല, ഞങ്ങൾ തൊട്ടത്. ഞങ്ങളുടെ ഒരു കാഴ്ചയിൽ നിൽക്കുകയല്ല,
കാഴ്ചയുടെ അടുത്ത പടിയാണ് സ്പർശനം. ഞങ്ങൾ അതിനെ തൊട്ടു. അപ്പം നീ എവിടെ പാർക്കുന്നു? നിങ്ങളത് പറ്റുമെങ്കിൽ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് നല്ലതാ. ഒന്ന് വന്ന് കാണുക. ഈ വന്ന് കണ്ട് കഴിയുമ്പോ യേശുവിനെ മര്യാദയ്ക്ക് കണ്ടാ പിന്നെ തിരിച്ചു പോക്കുണ്ടാകുകയില്ല. മര്യാദയ്ക്ക് കണ്ടവരാരെങ്കിലും യേശുവിനെ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആ ആള് യേശുവിന്റെ കൂടെ നിൽക്കുമ്പോൾ ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ ലെസൺ ഓണാകും. വാ, നമുക്ക് ഒരുമിച്ച് അക്കരയ്ക്ക് പോകാം. പോയി കണ്ടാൽ പിന്നെ അവന്റെ കൂടെയാണ് സഞ്ചാരം. വാ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകാം. അതാണ് രണ്ടാമത്തെ അധ്യായം. എന്നാൽ ഈ മൂന്നാമത്തത് അത് കുറച്ച് എഫേർട്ടാണ്. മൂന്നാമത്തത് യേശു പറഞ്ഞു, ഞാൻ ഇക്കരെ ഇരുന്നോളാം, നിങ്ങൾ അക്കരയ്ക്ക് പോകും. വേണ്ട, നമ്മൾ ഒന്നിച്ച് നടന്ന ഏറിയാകൾ നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് നടക്കണം. മനസ്സിലായില്ല? അതാണ് വളർച്ച. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. 16 വയസ്സാലും എടുത്തുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, നിങ്ങൾ പുരുഷത്വം കാണിക്കുക. നിങ്ങൾ ശിശുക്കൾക്ക് കുടിക്കുന്ന പാലല്ല, നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ ശക്തന്മാരായി മാറുക. ആമേൻ. നിങ്ങൾ അധികാരമുള്ളവരാകുക. ഓ, എനിക്കറിയില്ല, ഞാന് സ്വപ്നം കാണുന്നത് എന്താണെന്നറിയോ? ഒരു മേജർ ക്യാൻസർ പേഷ്യന്റ് നമ്മുടെ ചർച്ചിൽ വന്നാൽ അവൻ പ്രാർത്ഥിക്കാൻ പുൾപിറ്റിൽ എത്തുന്നതിന് മുമ്പ് ആ വരുന്ന വഴിയിൽ അവൻ സൗഖ്യമാകണം എന്ന് പറഞ്ഞാൽ അവരെ ചർച്ചിന്റെ വാതിക്കൽ വെച്ച് സ്വീകരിക്കുന്ന നമ്മുടെ വോളണ്ടിയേഴ്സിന്റെ പ്രയറിൽ അവൻ സൗഖ്യമാകണം. ഒന്ന് കൈയടിച്ച് ഞാൻ ദൈവമക്കളോട് പറയുന്നു, അത്ര ശക്തമായി ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന സീസൺ വരാൻ പോകുകയാണ്. ഇപ്പൊ ഇന്ന് നിങ്ങള് ഇപ്പൊ ഈ യോഗത്തിന് എന്നെ വിളിച്ചതിന് പകരം ഒരു അന്ത്യകാലത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ദേവദാസനോട് പറഞ്ഞിട്ട് പറയാം, കർത്താവിന്റെ ദാസനെ, അന്ത്യകാലവും എന്താ പറയുക, യേശുവിന്റെ വരവും അന്ത്യകാല സംഭവങ്ങളും പ്രസംഗിക്കാൻ പറഞ്ഞാൽ നോർമലി വായിക്കാൻ സാധ്യതയുള്ളത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമായിരിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ സമചതുരമായി ഇറങ്ങുന്ന ഒരു പട്ടണത്തിന്റെ പ്രത്യാശയെ തൊട്ടുണർത്തി പറഞ്ഞു തുടങ്ങി. ആമേൻ. ഇന്നലകളിൽ സംഭവിച്ച സംഭവങ്ങളുടെ ഏടും കെട്ടും അഴിച്ച് ആനുകാലിക സംഭവങ്ങളുടെ ഏടും കെട്ടും ഇങ്ങനെ അഴിക്കാൻ തുടങ്ങി. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ കാര്യം അറിയോ? എനിക്ക് വെറുതെ പറയാൻ എൻ്റെ ഉള്ളിൽ ദൂതില്ലാത്തത് കൊണ്ടാണ്. ആശുപത്രി ചെല്ലുമ്പോഴേ ഡോക്ടർ പൾസ് നോക്കുന്നത് എന്തിനാണെന്നറിയോ? ശവത്തെ കുത്താൻ മരുന്നില്ലാത്തതുകൊണ്ടാണ്. ഇത് പോയോന്നറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറയുന്നത്? ഗാസയിൽ വീണ ബോംബിന്റെ വലിപ്പം, അതിനകത്തുണ്ടാകുന്ന സ്ഫോടനത്തിന്റെ ശക്തി, ഭൂമി പൊടുപട പൊട്ടുമെന്ന് പറയുന്നു. ഇന്നലെ ഉണ്ടായ ഭൂകമ്പം 6.8, ഇനി വരാൻ പോകുന്ന 8.6. ഭൂമി വെള്ളം നക്കിയെടുക്കാനുള്ള ഗ്രഹമായി മാറാൻ പോകുന്നു. ഓസോൺ പാളിയെല്ലാം കൂടെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. വന്ന വൈറസ് 7, വരാനുള്ള വൈറസ് 300. ഇനി കടൽ തീരം ഭൂമിയെ നക്കി തുടയ്ക്കാൻ പോകുന്നു. അങ്ങനെ നമ്മളെ ഇതെല്ലാം റിയാലിറ്റി ആകട്ടെ, ഇതെല്ലാം റിയാലിറ്റിയാ. പിന്നെ രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ ഒരു ഭാഗത്ത്, അവിടെ ട്രംപ് വേറൊരു ഭാഗത്ത്. അങ്ങനെ രാജ്യങ്ങളെല്ലാം ചേരുചേരാ രാഷ്ട്രങ്ങളെല്ലാം ഇരുവശത്ത് ചേരുന്നു. 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടികെട്ടൽ നാം അവിടെ ഇവിടെ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു വരാറായി. ഇത് വരുമ്പോൾ ഏതായാലും അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ നിർത്തി നമ്മൾ ഒന്ന് അടിച്ച് മൂപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ എൻ ടൈം കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ റിയലി
അങ്ങനെ ശക്തമായി സയൻസും കാലിക സംഭവങ്ങളും ഇമവെട്ടാതെ ഒരു തലമുറയോട് പറയാൻ അധികാരം ലഭിച്ച നല്ല അന്തസ്സുള്ള അഭിഷിക്തന്മാർ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അവരെല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടവരും ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നവരുമാണ്. പക്ഷേ ഞാൻ അന്ത്യകാലത്തെ കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഗാസയിൽ വീണ ബോംബല്ല, എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഭൂമിയുടെ അടിയിലുണ്ടായ വിള്ളലല്ല, എൻ്റെ കണ്ണിൽ ഉടക്കിയത് അങ്ങ് ഇസ്രായേലിന്റെ കിഴക്ക് പറന്നിറങ്ങിയ ആയിരക്കണക്കിന് ശവന്തീനി ബ്ലാക്ക് ഈഗിൾസ് കഴുകന്മാരല്ല. എൻ്റെ കണ്ണിൽ പറന്നിറങ്ങിയത് കോവിഡിനേക്കാൾ ഭീകരമായ മറ്റൊരു അണുവല്ല. എൻ്റെ കണ്ണിൽ ഉടക്കിയത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുവരെ കാണാത്ത ആത്മപകർച്ച നടക്കാൻ പോകുക. Come on, കൈയടിച്ച് യേശുവേ. ഇതുവരെ നടക്കാത്ത ആത്മപകർച്ച. നിങ്ങൾ ശ്രദ്ധിക്കുക, ആരാധിക്കാത്ത സഭയ്ക്ക് വിമർശനമില്ല, ആരാധിക്കാത്ത ഉപദേശിക്ക് വിമർശനമില്ല, നൃത്തം ചെയ്യാത്ത സഭയ്ക്ക് വിമർശനമില്ല, വെളിപ്പാടില്ലാത്ത സഭയ്ക്ക് വിമർശനമില്ല, പ്രവചനമില്ലാത്ത സഭയ്ക്ക് വിമർശനമില്ല, രോഗശാന്തിയില്ലാത്ത സഭയ്ക്ക് വിമർശനമില്ല. ഏത് സഭയിൽ ദൈവകൃപ കൈകാര്യം ചെയ്യുന്നുവോ, ഏത് സഭയിൽ കൃപാവരം കൈകാര്യം ചെയ്യുന്നുവോ, ഏത് സഭയിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു, come on, come on, somebody വായി തുറക്ക്. യേശുവിന്റെ നാമത്തിൽ ആത്മവ്യാപാരം. ഈ സഭയുടെ മേൽ ആത്മവ്യാപാരം ഇറങ്ങട്ടെ. ഞാൻ നിങ്ങളോട് വരുന്ന എല്ലായിടത്തും പറഞ്ഞ ഒരു കാര്യം, ഇലക്ട്രിക്കിന്റെ സാധനത്തിനകത്തുനിന്ന് പുകയും വലിച്ച് മൂക്കിൽ കൂടെ പുകയും വിട്ട് നടക്കുക യൗവനക്കാര്. 16 വയസ്സാകുമ്പോ ആണിന്റെ പെണ്ണിന്റെയും തോളിൽ കയറ്റി നടക്കുകയാ. ആണോട് അവലക്ഷണമായി ജീവിക്കുക. ദേഹത്ത് മുഴുവൻ ടാറ്റു അടിച്ച് മറ്റേ മൂക്കൂത്തി പോലെ എടുത്ത സാധനത്തിന്റെ പേരിന്, മൂക്കൂത്തി പോലെ ഇവിടെ എല്ലാം എടുത്ത സാധനത്തിന്റെ പേരിന് മൂക്കൂത്തി എന്ന് ഞാനല്ലേ പറഞ്ഞത്, നീ എന്നെ കൂടെ തെറ്റിക്കല്ലോ. ആ സാധനം വിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം റോട്ടിൽ കൂടെ അലഞ്ഞു നടക്കുമ്പോ നിന്റെ തലമുറയെ നോക്കി നീ പറയണം, നീ അതിനുള്ളതല്ല. ഞങ്ങൾ കൊച്ചുങ്ങൾ അതിനുള്ളതല്ല. ഞങ്ങളുടെ തലമുറ പ്രവചിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഈ പ്രയർ ഗാർഡൻ ചർച്ചിനെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇവിടുത്തെ തലമുറകൾ പ്രവാചകന്മാരായി മാറട്ടെ. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ തലമുറകൾ ലോകത്തോട് പ്രവചിക്കാൻ പോകുകയാണ്. എന്റെ ദേവദാസനെ ഞാൻ ഞെട്ടിപ്പോയത് എവിടെയാണെന്നറിയോ? എൻ ടൈമിനെ കുറിച്ച് യോവല് പറയാ. നിങ്ങൾ ആഴമായിട്ടൊന്ന് കേട്ടെ, ആഴമായിട്ടൊന്ന് കേട്ടെ. എൻ ടൈമിനെ കുറിച്ച് യോവല് പറഞ്ഞു കേട്ടില്ലേ? അന്ത്യകാലത്ത് പറ, ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ നാളെ തുടർ ദിവസങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ. ഞാൻ നിങ്ങളോട് ഹോളി സ്പിരിറ്റിനെ കുറിച്ചായിരിക്കും ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിന്റെ പകരം. ബാക്കി നമ്മളെ അറിയാം, ബാക്കി ഞാന് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും എന്റെ ആത്മാവിന്റെ പകരം. അടുത്ത വാക്യം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അത് കണ്ടോണേ, നിങ്ങളുടെ പുത്രന്മാരും പറക്കമാണ്, പുത്രിമാരും പ്രവചിക്കും. അപ്പൊ ഒരു തലമുറ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗിലേക്ക് കേറും. അത് ശ്രദ്ധിച്ചോണേ. അടുത്ത വാക്യം, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ ദർശിക്കും. അടുത്ത വാക്യം എന്നാ? അടുത്ത വാക്യം, നിങ്ങളുടെ യൗവനക്കാർ. 2 പദങ്ങൾ നിങ്ങൾ അടിവരയിടണം. അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. 2 നിങ്ങളുടെ യൗവനക്കാർ.
എന്ന് പറഞ്ഞാൽ ഒരു ടൈം റിവൈവൽ ദൈവം കൈമാറാൻ കണ്ടുവച്ചത് തലമുറകളെയാ. തലമുറകളെ നിങ്ങൾക്ക് അതിന്റെ അപകടം മനസ്സിലായില്ല. ഒന്ന് വെച്ചിട്ട് പറഞ്ഞ തലമുറ. Come on. ആദ്യത്തെ തലമുറകളുടെ പേര് പറ. കയീൻ, ഹാബേൽ. എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട്? ചേട്ടൻ അനിയനെ തല്ലിക്കൊന്നു. ചേട്ടൻ അനിയനെ. അപ്പോ ഒന്നാമത്തെ തലമുറ കൊലപാതകൻ. പിശാച് കൊടുത്ത പേര് കേട്ടോ. ഒന്നാമത്തെ തലമുറ കൊലപാതകൻ. താഴോട്ട് പോവാ. ഏശാവിനെ യാക്കോബ് ചതിച്ചു. അടുത്ത തലമുറ ചതി. സ്വന്തം അപ്പന്റെ നഗ്നത ഹാം പുറത്തുപോയി ആഘോഷിച്ചു. ധാർമ്മിക ബോധമില്ലാത്തവൻ തലമുറ. ഇതൊക്കെ ആരോട് പറയാൻ? നിങ്ങൾക്ക് ഇതിക്കുള്ള എങ്ങനെയാ പറയുന്നത്? ഞാൻ ആദ്യത്തെ തലമുറ യാക്കോബോ, ഇനി ഹാമോ. ഉൽപ്പത്തി 9:20 എന്നെ കൺവിച്ച് നോക്കട്ടെ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്വന്തം അപ്പന്റെ നഗ്നത പുറത്തുപോയി ആഘോഷിച്ചവൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ തലമുറയിൽ റിവൈവൽ ഉണ്ടെന്ന് സാത്താന് മനസ്സിലായി. അതുകൊണ്ടല്ലേ ആൺകുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് നൈൽ നദിയിൽ എറിഞ്ഞത്. അതുകൊണ്ടല്ലേ യേശുവിന്റെ കാലത്ത് പിള്ളേരെ കൊല്ലിച്ചത്. എടാ പോടാ സാത്താനെ, തലമുറ എഴുന്നേൽക്കും. Come on. Hey, Shabalama. നല്ലപോലെ ആരാധിക്കും, നല്ലപോലെ ആരാധിക്കും. യേശുവിന്റെ നാമത്തിൽ പിശാചിന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത എന്റെ അഭിപ്രായം ഞാൻ പറയാം. സഭായോഗത്തിനിടയ്ക്ക് പിള്ളേരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കൊണ്ടുപോകരുത്. അവരെ ചർച്ചിനകത്ത് ആരാധനയ്ക്കകത്ത് ഇരുത്തണം. കരഞ്ഞോട്ടെ ഇരുത്തണം, കളിച്ചോട്ടെ ഇരുത്തണം, ശ്രദ്ധിക്കണ്ട ഇരുത്തണം, ഉറങ്ങിയോ ഇരുത്തണം. എവിടെയെങ്കിലും അഭിഷേകം അവരെ തൊടും. അവരെ മാറ്റരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിവർപൂളിലോ അവിടെ കണ്ടു ചെന്നപ്പോ ഒരു വെള്ളക്കാരനായി ഓത്തനൊന്ന് കയറിയിരിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ വന്നിരിക്കുന്നു, എല്ലാരും കൈയടിക്കും, അദ്ദേഹം കൈയടിക്കുന്നു, കൈപൊക്കുന്നു, സ്തോത്രം പറയുന്നു, യോഗം തിരിച്ചു പോകുന്നു. പിന്നെയും വരുന്നു, ഇരിക്കുന്നു. നേരെ ചർച്ചയിൽ ഒരു അങ്കിൾ ചോദിച്ച്, സത്യത്തിൽ എന്തെങ്കിലും ഒന്നും പിടികിട്ടുന്നില്ല. എന്നിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞ കാര്യ, ഭാഷയൊന്നും മനസ്സിലാകുന്നില്ലല്ലേ, സാന്നിധ്യം കിട്ടുന്നുണ്ടോ? ആ പ്രസൻസ് കിട്ടുന്നുണ്ട്. ഇത് ഹിന്ദിക്കാരന്റെ ആരാണെങ്കിൽ എന്നിരുന്നാലും കിട്ടുകയല്ലേ? ഇല്ലേ? ഇംഗ്ലീഷുകാരന്റെ ആരാണെങ്കിൽ എന്നാ കിട്ടുകയല്ലേ? കാര്യം എന്നാ? ഭാഷ മനുഷ്യന്റെയാ, സാന്നിധ്യം ദൈവത്തിന്റെയാ. ഉണരണം, ഒരു തലമുറ ഉണരണം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ. എന്റെ തൊണ്ടയൊന്നും സ്കെയിലിൽ ഇപ്പൊ നിൽക്കുന്നില്ല. ഇത് എങ്ങോട്ടാ പോകുന്ന ദൈവത്തിനെ അറിയത്തുള്ളൂ. എങ്കിലും ആവേശം കൊണ്ട് ഞാൻ അറിയാതെ പാടി പോകുന്ന, പക്ഷെ ഞാൻ പാടും. ഒരു ദിവസം ഉണ്ടായിരുന്ന ഞാൻ പാടും. ഹല്ലേലൂയ. അതിന് അവസരം കിട്ടാഞ്ഞോണ്ട
എനിക്കൊന്നും എൻ്റെ തൊണ്ട അങ്ങനെ അടയ്ക്കാറില്ല. മീൻസ് ഞാൻ കഴിഞ്ഞ 6 മാസം തുടർമാനം മീറ്റിങ്ങിന് പ്രസംഗിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് എന്നെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ അടച്ചു വെച്ചാലും ഇതിലേക്കൂടെ ഞാൻ ഇടിച്ച് കയറും കാറ്റ്. ഓൾറൈറ്റ്, നമുക്ക് ആ ദൂതൻ്റെ ഗൗരവത്തിൽ വരാം. ഞാൻ സമയത്ത് നിർത്തുകയും ചെയ്യാം. കർത്താവ് പറഞ്ഞ് നിങ്ങൾ എനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകാം. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഈ വിശ്വാസ ജീവിതം പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, തനിയെ പോകേണ്ട ഒരു ഏറിയ തമ്പുരാൻ ഇട്ടിട്ടുണ്ട്. ഹലോ, അവിടെയാണ് നീ സ്പിരിറ്റിൽ എടുക്കുന്ന നിന്റെ ഡിസിഷനുകൾ ദൈവം നോക്കുക. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൗലൂസിന്റെ കയ്യിൽ നിന്ന് പാമ്പ് തനിയെ ഇറങ്ങിപ്പോകുന്നുമില്ല, ദൈവം അഴിച്ചു കളയുന്നുമില്ല. പൗലൂസ് അതിനെ കൊടഞ്ഞു കളയുക. കൊടയാൻ ദൈവം ആരോഗ്യം തന്നിട്ട് ആ വിഷയത്തിൽ ദൈവം ഇടപെടാറില്ല. അത് കൊടയേണ്ട ഉത്തരവാദിത്വം നിന്റെതാണ്. ഇനി നമ്മൾ മനഃപൂർവ്വം അവഗണിക്കുന്ന ചില വാക്കുകൾ പറയാം. ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കുക, കാഴ്ച പ്രാപിക്കുക. ഇനി ചുമ്മാ ഒരു തമാശ ചോദിക്കട്ടെ, കോഴി നമുക്ക് മുട്ട തരുന്നില്ലേ? കിൻഡൽ കണക്കിന് മുട്ട തിന്നേച്ച് നന്ദികേട് പറയരുത്. ഞാൻ പറഞ്ഞേക്കാം, കോഴി മുട്ട തരുന്നില്ലേ? ഉണ്ടല്ലോ. പശു പാല് തരുന്നില്ലേ? ഇല്ലല്ലോ. ആരോ കൈ കൊടുക്കച്ച, അതാ ദൂത്. പശു ഇന്നാ മമ്മേ നാഴിപ്പാൽ എന്ന് പറഞ്ഞ് വീടിന്റെ വാതൊക്കെ കൊണ്ട് വെക്കൂ പറ. പിന്നെ ഇപ്പൊ എന്നോടുള്ള ദേഷ്യം മാറിയോ? പശു ഒരിക്കലും പാല് തരത്തില്ല, നമ്മൾ കറന്നെടുക്കുക. കോഴി പക്ഷെ നിങ്ങളൊന്നും ചെയ്യണ്ട, പെട്ടെന്ന് മുട്ടയുടെ പിടിഞ്ഞേക്കൊന്നും ചെയ്യരുത്, അത് തന്നെ സമയം കിണിങ് ഇട്ടോളൂ. ഹല്ലേലൂയ. പശു പാല് തരുമോ? കറന്നെടു. ഇതുപോലെ കർത്താവ് പറഞ്ഞ വാക്ക് ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കുക. ഈ പ്രാപിക്കുക എന്ന വാക്കിനകത്ത് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രാപിക്കുക അത് എന്റെയാ, എന്റെ ജോലിനകത്തുണ്ട്. ഞാൻ പറയും, ഈ എഫേർട്ട് നമ്മൾ എടുത്തേ പറ്റൂ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചില ദിവസം ചില യോഗത്തിന് വന്നിരുന്നേച്ച് ചുമ്മാ ഇരുന്നേച്ച് യോഗത്തിന് അങ്ങ് പോകും. 6:45 കൊണ്ടുവെക്കും, 8:45 എടുത്തുകൊണ്ട് പോകും. ഇതിനിടയ്ക്ക് ഒന്നും നടക്കുകയില്ല, ഒന്നും ചെയ്യല. അവര് അങ്ങനെയാ. അപ്പൊ നമ്മളോട് ചെന്ന് ചോദിച്ചു, അച്ഛാ ഇന്ന് എന്നെ ആരാധിക്കുക? പെട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സാന്നിധ്യം ഇല്ലായിരുന്നു. എന്നെ ഇല്ലായിരുന്നു. ഈ സാന്നിധ്യം ഇല്ലാത്ത പുള്ളിനെ നിങ്ങൾ പിടിച്ച് വെള്ളത്തിലോട്ടിട്ട് നീന്തുവെന്നറിയാം. അപ്പൊ സാന്നിധ്യമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ സാന്നിധ്യം ഉണ്ട്. ഇന്റർവ്യൂവിന് പോയിട്ട് 4 പേര് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ ചോദിക്കുക, നിങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ, എൻ്റെ പേര് ഞാൻ കോട്ടോ വിട്ടാന്നോർത്താണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഓർത്ത് എന്നെ വൃത്തികെട്ടവനാന്നല്ലേ? ഞാൻ കോട്ടോ വിട്ടതല്ല, ഞാൻ നമ്മുടെ ആളുകൾ കാണിക്കുമെന്ന് വെച്ചു, ഞാൻ കാണിച്ചതാ. നിങ്ങൾ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേര് ജോലി കിട്ടുമോ? അടിപൊളി. അപ്പൊ ഈ 4 ഉണക്ക മനുഷ്യരുടെ മുമ്പിൽ അത്ര നേരം പിടിച്ചിരിക്കാൻ നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ മുമ്പിലോ? ഞങ്ങളുടെ ചർച്ചയ്ക്ക് എന്ന് കൊട്ടുപാടുമ്പോൾ ഞാൻ വഴക്ക് പറയും. ഞങ്ങളുടെ ദൈവമക്കളെ വഴക്ക് പറയും. അപ്പൊ അവർക്ക് അറിയാം ഞാൻ വഴക്ക് പറയുന്നറിയാം. എന്നാൽ ഇടയ്ക്ക് മറന്നു ചെയ്യുന്ന ഇങ്ങനെ തുറക്കുമ്പോഴായിരിക്കും എൻ്റെ കണ്ണിലൂടെ പെട്ട ഒറ്റക്കടിയാ. അതിനെ അബോട്ട് ചെയ്ത് കളയും. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇത് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട് ഇവിടെ. ഹലോ, എന്നാ ഡ്യൂട്ടി? എനിക്കത് പ്രാപിക്കണം, എനിക്കത് അങ്ങനെ ചെയ്യണം. പ്രൈസ് ഗോഡ്.
ചുമ്മാ നമ്മളെല്ലാം ഇവിടെ ഉള്ളതല്ലേ. ഒരു ഞായറാഴ്ച യോഗം കഴിയുമ്പോൾ പാസ്റ്ററോട് അല്ലെ ദയാസമാരെ നമുക്ക് ഈ പട്ടണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നല്ല ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഈ 2 ദൈവമക്കൾ കൈ കോർത്ത് പിടിച്ച് ചുമ്മാ അതിനെ കൂടെ ഒരു പണിയില്ലാത്ത പട്ടീനെയും കൊണ്ട് എത്ര പേരല്ല നടക്കുന്നത്. അയ്യോ, ആ പട്ടി ഇങ്ങനെ മുമ്പോട്ട് വേണ്ടിടയ്ക്ക് അവർക്കിട്ടൊരു നോട്ടം, പിന്നെ ചുമ്മാ പട്ടിനെ കണ്ടിട്ട് ഒരു അങ്ങനെ ദൈവമക്കൾ നിങ്ങൾ ചുമ്മാ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ഈ പട്ടണത്തെ കൂടെ വെറുതെ ഒന്ന് നടന്നേ. ഡിപ്രഷൻ പിടിച്ച ഒരു 10 എണ്ണം പ്രാർത്ഥനയ്ക്ക് വരും. മേലാത്ത കുഞ്ഞുങ്ങളായിട്ടൊരു 15 എണ്ണം യോഗത്തിന് വരും. അന്നേരം പിന്നെ ഈ 1 മണിക്കൂറിന് 25 പൗണ്ട് കൊടുത്ത് വല്ലയിടത്തും കയറിയിരുന്ന് ആരാധിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അലയം ദൈവം തരുമെന്നേ. ഒരു നല്ല ആമയും പറ. ഞാൻ ദൈവത്തോട് പറയുന്നു, നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച ഈ ഡിസംബറിന് മുമ്പ് നമുക്ക് ചർച്ച കിട്ടാനുള്ളതേ ഉള്ളൂ. ഞാനിങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഓടിയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി സ്ഥലത്ത് ഓടി പറഞ്ഞാൽ ഇങ്ങനെ കാറേ കയറി ഞാൻ ഈ ട്രെയിനിലൊന്നും പോവുകയില്ല. കാര്യം ഞാൻ ട്രെയിനിൽ പോയാൽ സ്കോട്ട്ലൻഡിൽ ചെന്നു പിന്നെ അവിടെ നിന്ന് നീന്തി നാട്ടിലോട്ട് പോക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനിത് കയറുകയില്ല. ഞാൻ ഇതുവരെ കയറിയിട്ടുമില്ല. ഞാൻ ഈ പല സമയം പോയിട്ട് ഒരു ചർച്ചിലെ പാസ്റ്ററിനോട് പറയാ, അവർ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ഈ മേടിക്കുന്ന വീടില്ലേ, വീടിനൊക്കെ വില കുറച്ച് അവർക്ക് ചർച്ച കിട്ടി. ട്രൂ പാസ്റ്ററെ, വീടിന് ഞാൻ ചർച്ച് പോയി കണ്ടു. മൈ ഗോഡ്, എന്ന സൂപ്പർ ചർച്ചാന്നറിയോ. ദേവദാസിലെ 2 ഹാളുകൾ, ഒരു ഹാളിനകത്ത് കുറഞ്ഞതൊരു 500 ആളുകളിരിക്കും. അതിന്റെ പുറത്ത് വേറൊരു ഹാളും കൂടെ ഉണ്ട്. അതിനകത്തൊരു 200 എബവ് അത്ര ആളിരിക്കും. ഇവർ ഈ ചർച്ച് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ 2 ഭിത്തിയില്ലേ, അതിന്റെ ഇടയ്ക്ക് അവർ ഓപ്പൺ ആക്കുന്ന ഒരു സാധനം വെക്കുക. അപ്പൊ ചർച്ചിൽ ആള് കൂടിയാൽ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്രയും ജനം. ആ പാസ്റ്റർ എന്നോട് അവര് നുണ പറയുകയല്ല, നല്ല മനുഷ്യരാ, നല്ല ദൈവമക്കളാ, നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട. അവര് പറയാ ഒരു വീടിനേക്കാ വില കുറച്ച് അവർക്കത് കിട്ടി. വൈ? നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ മുഖത്തോട് നോക്കിച്ച് കയ്യെ പിടിച്ചോണ്ട് പറ, കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് പറ. കർത്താവ് അത് ചെയ്യും. നാട്ടിൽ നിന്ന് കയറിപ്പോന്ന് നമുക്ക് താമസിക്കാൻ വീട് തരങ്ങിലാണോ പിന്നെ മഹാദൈവത്തെ ആരാധിക്കാൻ ഒരു ചർച്ച തരാൻ മേലാത്ത? ഞാൻ എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ ഞാനിങ്ങനെ അവരോട് വെറുതെ ചോദിക്കുക, 10 മിനിറ്റ് കിട്ടേ ഞാൻ ചോദിക്കും, വീട് സ്വന്തമാണോ? അന്നേരം സ്വന്തം. എനിക്ക് എന്നാ സന്തോഷം, ഞാൻ സ്തോത്രം ആകെ കൊടുത്തതിനായിട്ട് സ്തോത്രം. അന്നേരം അവർ പറഞ്ഞ പാസ്റ്റേ, ഇപ്പൊ ഇത് ഒന്നിച്ചിരിക്കുന്ന വീടാണ്, ഇനി ഞങ്ങൾക്കൊരു ഒരു സാധനം വേണം. ഞാൻ സ്തോത്രം. എന്നിട്ട് പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞത് ഒന്നും മേടിക്കുന്നതിന് നമുക്ക് ആലയം മേടിക്കാം. അതിനൊരു വലിച്ചിലുണ്ടല്ലോ ചെറുതായിട്ട്. ദൂരന്റെ ഗൗരവത്തിലേക്ക് വരികയാണേ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. നാട്ടുപുറത്ത് ഈ 800 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു 800 സ്ക്വയർ ഫീറ്റ് നാട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു കൊച്ചു വീട്ടിൽ എനിക്ക് വീട് വലുതാക്കണമെന്നോ ഭിത്തി വലുതാക്കണമെന്നോ ഇന്നും എനിക്കും ഭാര്യയ്ക്കും പിള്ളേർക്കും ഒന്നും തോന്നിയിട്ടില്ല. എന്നിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ ചർച്ച പോകണം. കാര്യം ഒരു രാത്രി 2 കട്ടിലേ കിടക്കാൻ പറ്റില്ല. അതിൻ്റെ ഓരോ മണിക്കൂർ ഓരോ കട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കട്ടിൽ ഒരു സൈഡും ഒക്കെ മതി നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേക്കാനൊക്കെ. ഹല്ലേലൂയ. വലിയ കട്ടിയുള്ള ഒത്തിരി കുഴിഞ്ഞു പോകുന്ന മെത്ത ഇടാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ ആക്കത്തിന് എഴുന്നേറ്റ് പോരാം. ചില മെത്തന്നൊക്കെ എഴുന്നേക്കുന്ന കിണറ്റിൽ നിന്ന് എഴുന്നേക്കുന്ന പാടാണ്. അപ്പം അതുകൊണ്ട് അതിനൊക്കെ ഓരോരുത്തർ വരുന്നത്.
യേശു പറയാ അവരോട്, നിങ്ങൾ എനിക്ക് മുമ്പേ പറ അക്കരയ്ക്ക് പോകാം. ആ വാക്കൊന്ന് പറഞ്ഞ് ഞാൻ ദൈവമക്കളോട് പറയുന്നു. ഒന്നാമത്തെ ദൂത് നമ്മൾ കയറുക ദൂതിനകത്തോട്ട്. യേശുവിന്റെ വായിൽ നിന്ന് പോകുന്ന വാക്കിനകത്ത് നിന്ന് അക്കരെ എന്ന് പറഞ്ഞൊരു പദം വന്നിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് മുമ്പേ ഉച്ചത്തിൽ പറ അക്കരയ്ക്ക് പോകാം. ദൂതിനകത്ത് അക്കരെ എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ തിരമാലകളെ പേടിക്കണ്ട. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. നിനക്കെതിരെ അടിച്ചുയരാൻ സാധ്യതയുള്ള എല്ലാ തിരമാലയും കണ്ടേച്ച യേശു പറഞ്ഞ അക്കരയ്ക്ക് പോടാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അയച്ചത് ദൈവമാണെങ്കിൽ നീ നടുക്ക് താഴാൻ ദൈവം സമ്മതിക്കത്തില്ല. കരമടിച്ച ദൂതിനാമേ പറഞ്ഞാട്ടെ. അയച്ചത് ആരോടൊക്കെയോ ദൈവം പറയുന്നു, നീ പാതി വഴിയിൽ തകരാൻ. ചില കുടുംബങ്ങളോട് ആമേൻ ദൈവസഭയോട് ദൈവാത്മാവ് ആഴമായി പ്രവചിച്ചു പറയുകയാണ്. ആമേൻ ദൈവം നിന്നെ അയച്ചത് നടുക്ക് താഴാനല്ല, അക്കരയ്ക്ക് പോകാൻ. നിങ്ങൾക്കറിയാമോ, ആമേ വേദപുസ്തകം കണ്ട ശക്തന്മാരായ പ്രവാചകന്മാരിൽ ഒരാളാണ്. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ, ക്ഷീണിക്കാതെ ഒരു 10 മിനിറ്റ് കൂടെ കൂടി വന്ന അരമണിക്കൂർ ശ്രദ്ധിച്ചേ. ശക്തന്മാരായ പ്രവാചകന്മാരിൽ ഒരാളാണ് ഏലിയ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ. കൊട്ടാരത്തിന്റെ അകത്ത് ചെന്ന് അധികാരത്തിന്റെ വസ്ത്രം ധരിച്ച് ആയുധം പിടിച്ച് അരങ്ങ് തകർത്തുമാണ് രാജാവിനോട്, എടാ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞൊരു ശക്തനായ പ്രവാചകൻ. ആ ശക്തനായ ദൈവമനുഷ്യൻ ഒരു ദിവസം ചൂരച്ചെടിയുടെ അടിക്കരച്ച് പറയുകയാ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ലെന്ന് പറഞ്ഞ് മരിക്കാൻ ആഗ്രഹിക്കുമ്പോ ഞാൻ ദൈവമക്കളോട് ദൂത് പറയാം, ദൈവം വിളിച്ചവൻ ഉറുമ്പരിച്ച് ചാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം വിളിച്ചവൻ കൈയൊന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച്, ദൈവം വിളിച്ചവൻ അന്യഭാഷയിൽ യേശു അൽഫയും ഒമേഗയുമല്ലേ. കടലിന് നടുക്കടിക്കുന്ന തിരയുടെ ആക്കത്തെ യേശു കണ്ടോണ്ടാ പറഞ്ഞ, നിങ്ങൾ എനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോ. ഇവിടെ നമ്മൾ ആ ദൂതിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ അനലൈസ് ചെയ്ത് വരിക. നിങ്ങൾ കഴിയുന്നത്രോ എന്നോട് കൂടെ വരണം. യേശു കർത്താവിനോട് യേശു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ, നീ ഞങ്ങളുടെ കൂടെ പോരണമെന്ന് ശിഷ്യന്മാർ നിർബന്ധം പറഞ്ഞോ? ഹലോ, നിർബന്ധം പറഞ്ഞോ? എന്താ പറയാഞ്ഞത്? യേശു ഇല്ലാതെ വർഷങ്ങളായിട്ട് ഇവർ ഈ കടലില്ല. ഓ, നിങ്ങൾ കേട്ടില്ല. യേശു ഇല്ലാതെ ഇവർ വർഷങ്ങളായിട്ട് ഈ കടൽ ക്രോസ് ചെയ്യുക. 27 കിലോമീറ്റർ നീളമുള്ള 8 കിലോമീറ്റർ വീതിയുള്ള ഈ ഗലീലക്കടല് 4 പേരുകളുണ്ട്. അറിയാവോ എന്തൊക്കെയാന്ന്? ഗലീലക്കടല്, തിബരിയാസ് കടല്, ഗന്നസരെ തടാകം, കിന്നരോത്ത്. തലയാട്ടി തന്നു, ആരും പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ പറയുന്നതിനനുസരിച്ച് ആട്ടിയാട്ടി തന്നു. ഗലീലക്കടല്, തിബരിയാസ് കടല്, ഗന്നസേരത്ത് തടാകം, കിന്നരോത്ത്. ഈ ഗലീലക്കടലിന് കിന്നരത്തിന്റെ ആകൃതി ആയതുകൊണ്ട് അതിന് കിന്നരോത്ത് പേരിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഏതായാലും 4 പേരുകളുണ്ട്. ലോകത്തിൽ കടലെന്നും തടാകമെന്നും പേര് പറയുന്ന ഒരു വെള്ളക്കെട്ട് മാത്രമേ ഉള്ളത് ഈ ഗലീലക്കടല. തെക്കപ്പലി നാടിന്റെ 10 പട്ടണങ്ങൾ കഞ്ഞി കുടിക്കുന്നതാണ്. ഒരു സമയത്ത് 4000 വള്ളങ്ങൾ മീൻ പിടിക്കുന്ന സ്ഥലമാണ് ഗലീലക്കടല്. ഇത് ചെറിയ കാര്യമല്ല. ആമേ, ഒറ്റവാക്കി പറഞ്ഞ 10 പട്ടണങ്ങളുടെ കഞ്ഞിയാണ് ഈ കടല്. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, നീ വരണമെന്ന് കർത്താവിനോട് പറഞ്ഞോ? ഇല്ല. കാര്യം എന്നാ? അവർ ഈ കടലിനെ മാനേജ് ചെയ്തിട്ടുണ്ട്, അവർ ഈ കടലിൽ കൂടെ നേരത്തെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അന്ന് പോയത് മീൻ പിടിക്കാനാ, ഇപ്പൊ പോകുന്നത് ആത്മാവിനെ പിടിക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മീൻ പിടിക്കാൻ പോയാ പോരാട്ടം ഇല്ല. നീ ആത്മാക്കളെ പിടിക്കാൻ പോയാൽ
നിന്റെ ശുശ്രൂഷ മാറുകയാണ്. £1,500, 2,000 പൗണ്ടിന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒതുങ്ങി താമസിച്ച് രാത്രിയും പകലും ഡ്യൂട്ടി ചെയ്ത് പിള്ളേരെ പഠിപ്പിച്ച് എല്ലാ വർഷവും നാട്ടിൽ പോയി ഒരു വർഷം ചെന്ന് ചക്കയും കപ്പയും തിന്നച്ചു വരാൻ പോരാട്ടമില്ല. എന്നാൽ ഇവിടെ മിനിസ്റ്റർ ചെയ്യാൻ പോരാട്ടമുണ്ട്. ആത്മാക്കളെ പിടിക്കാൻ പോരാട്ടമുണ്ട്. Come on, come on. ഈ ദൂതനോട് പ്രതികരിക്ക. ശ്രദ്ധിക്ക്, ഒരാവശ്യവും ഇല്ലാതെ നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഇംഗ്ലീഷുകാരൻ നീ വണ്ടി എടുത്തെടുത്ത് വന്ന് വഴക്ക് പിടിക്കുന്നു. ആമേൻ. തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ ഒരു കാര്യമില്ലാതെ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. നിന്റെ കമ്പനി ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്റെ ബോസ് മറ്റുള്ളവർക്കെല്ലാം ഡ്യൂട്ടി കുറച്ചിട്ട് നിന്നെ ഒത്തിരി അധ്വാനിപ്പിക്കുന്നു, നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ സംസാരിക്കുന്നു. ആമേൻ. നിന്റെ പണം എവിടെയൊന്നും കാണുന്നില്ല. എവിടെയാ? ആർക്കുമില്ലാത്ത പോരാട്ടം നിനക്ക്. നിന്റെ ദൗത്യം വേറെ ആയതുകൊണ്ട്. ഹല്ലേലൂയ. ആരാധിച്ച് ജയിക്ക്, ആരാധിച്ച് ജയിക്ക്, ആരാധിച്ച് ജയിക്ക്. സാത്താന് മനസ്സിലായി നീ പോകുന്നത് മീൻ പിടിക്കാനല്ല. നാട്ടുഭാഷ പറയാം, കൊമ്പനെയും വാളയും പിടിക്കാനല്ല നീ പോണത്. നീ പിടിക്കാൻ പോകുന്നത് ആത്മാക്കളെയാ. ഹല്ലേലൂയ. ഇനി നീ പിടിക്കാൻ പോകുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്നറിയോ? അവൻ അടുത്ത കാലഘട്ടത്തിന്റെ സുവിശേഷകനാണ്. കനർദേശത്തെ ഭൂതഗ്രസ്ത സുവിശേഷകനാണ്. സാത്താൻ സമ്മതിക്കുവോ? കടലിളകും, കടല് കോപിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവര് നിങ്ങൾക്കെതിരെ ചാടിക്കടിക്കാൻ വരുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് ദൗത്യം ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് മിനിസ്ട്രി ഉള്ളത് കൊണ്ടാണ്. എലീശയ്ക്ക് ശിഷ്യന്മാർക്ക് സ്ഥലം തീരെ ഇടുക്കമായതുകൊണ്ട് യോർദാന്റെ തീരത്ത് ഒരു മരം വെട്ടാൻ പോയെന്ന് വായിച്ചിട്ടില്ലേ? മരം വെട്ടാൻ പോകുമ്പോൾ ഒരുത്തൻ മാത്രം എലീശയെ നിർബന്ധിക്കുക, ഞങ്ങളുടെ കൂടെ വാ. ബാക്കിയുള്ളവരാരും എന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നേ, സമയം പോന്നു, നിർബന്ധിക്കുന്നില്ല. എന്തിനാ നിർബന്ധിച്ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഒരുത്തന്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി. എനിക്ക് അവിടെയൊക്കെ പറയാൻ എമ്പടി ദൂതുണ്ട്, അറിയോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കോടാലി ഊരി വെള്ളത്തിൽ വീണ്. കർത്താവിന്റെ ദാസനെ ഈ വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പറയുക വായ്പയാണ്. അപ്പൊ ഈ കോടാലി ഇളകുന്നത് വരെ ഇത് വായ്പയാന്ന് ആരും അറിഞ്ഞില്ല. ഇളകി വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോഴേ ഇവൻ പറയുന്നത് ഇതെന്താണ്? അപ്പൊ ഈ വായ്പ മേടിച്ചുകൊണ്ട് വെട്ടാൻ പോയവനോടല്ല എന്റെ പരാതി, ഇവന് വായ്പ കൊടുത്തവനോടാ എന്റെ പരാതി. അപ്പൊ അവന് വെട്ടാൻ പോകണ്ടേ? അപ്പൊ നമ്മളെല്ലാരും കൂടെ യോഗത്തിന്റെ ഇരിക്കുക. ഈ മോളിൽ ഇപ്പറ വേറൊരു മോളിരിക്കുക. ഈ അക്കാള് ബൈബിള് കൊണ്ടുവന്നില്ല. അപ്പൊ പാസ് പറഞ്ഞ് 145 സങ്കീർത്തനം വായിക്കാൻ പോവാ. അന്നേരം ഇപ്പറ ഇരിക്കുന്ന ബൈബിൾ അവളുടെ കൊടുത്തിട്ട് പറയാ നീ വായിച്ചോളാൻ. അപ്പൊ ഇവനോ? അപ്പൊ ഒരുത്തൻ മടിയനാകുമ്പോഴല്ലേ അവന്റെ കോടാലി മിച്ചം വരുന്നത്. രണ്ട് കാറ്റഗറി ആളുകളുണ്ട്. ചിലർക്ക് കോടാലിയുണ്ട്, വെട്ടാൻ മനസ്സില്ല. ചിലർക്ക് ഭയങ്കര മനസ്സാ, കോടാലിയില്ല. ദൈവത്തിന് വേണ്ടത് കോടാലി ഉള്ളവരെയല്ല, ദൈവത്തിന് വേണ്ടത് മനസ്സുള്ളവരെയാ.
ഇഷ്ടം പോലെ കോടാലിക്കാർ UK-യിലുണ്ട്. മനസ്സുള്ളവരായി കുറയുന്നത്. ഒരു നല്ല, നിങ്ങൾ ക്ഷീണിച്ച പ്രിയരെ, ഹല്ലേലൂയ. ഇവരെ ഇത്ര ക്ഷീണിപ്പിക്കുന്നത് ആ കുക്കറിന്റെ ശബ്ദമാണ് എൻ്റെ ചിന്ത. അതവിടുന്ന് നടിക്കുമ്പോഴാണ് ഇവരുടെ ഉള്ള കൺട്രോൾ പോകുന്നതെന്നാണ് എൻ്റെ ചിന്ത. എന്നാലും ഞാനിത് പറഞ്ഞു തീർക്കാതെ ഞാൻ വിടുകയില്ല. സമയത്ത് 6 മണിക്ക് തന്നെ ഞാൻ നിർത്താം, പക്ഷെ ഇത് പറഞ്ഞു തീരട്ടെ, എന്നിട്ടല്ലേ പിന്നെ ബാക്കി ആലോചിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ് ഇവരെ കയറ്റി വിടുക വള്ളത്തിൽ, നിർബന്ധിക്കുന്നില്ല. യേശുവിൻ്റെ കൂടെ വിട്ട് നീ വരണം, നോ, കയറി വിട്ടോളാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആഴത്തിൽ ശ്രദ്ധിക്കണേ. ഇവർ വള്ളത്തിൽ കയറിപ്പോയി. നമ്മൾ ഒരു പഴയ പാട്ടുണ്ട്, 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാറായി വലഞ്ഞിടുമ്പോൾ മുറ്റും കടക്കലിൻ മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖിയവൻ വന്നിടും തീർച്ചയായി. ഒരക്ഷരം അറിയാൻ മേല. ഭക്തരിൻ വിശ്വാസ മിണ്ടരുത്. അതായിരിക്കും, അതാ ഞാൻ പറഞ്ഞത്. പാട്ടിന്റെ നടു അറിയത്തില്ല, തുടക്കവും പഠിച്ചുകൊണ്ടിരിക്കുക. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമാം ജീവിതം വേറെ ഉണ്ടോ? നമ്മൾ ദൂതിലോട്ട് കയറുക. 3 യാമങ്ങൾ ഇവര് തിരക്കാത്ത. അവ ആരാധിച്ചേടാ, എടാ ആരാധിക്ക, ആരാധിച്ച, നിനക്ക് പോരാട്ടം കയറരുത് കേട്ടോ. 3 യാമങ്ങൾ എന്ത് ചെയ്യുക? തകർക്കണേ. ഇപ്പൊ ഞാൻ ഒരു സാധനം കിട്ടുതരാം. 3 യാമങ്ങൾ വൻ തിരയാൽ ഇവര് കടന്ന് വലയുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആഴത്തിൽ കേൾക്കണേ. ഇതിന്റെ ചൂടോളി എന്തിനാ, ഇതിന്റെ മാത്രം. 3 യാമങ്ങൾ ഇവര് കടന്ന് വലയുക. വലയുമ്പോ ഈ വള്ളം കിടന്ന് ഒലയുന്നു, ഈ വള്ളം കിടന്ന് ഇളകുകയാ. പക്ഷേ ഈ 3 യാമത്തിൽ യേശു വരുന്നുണ്ടോ? ഹലോ, യേശു വരുന്നുണ്ടോ? യേശു വരുന്നില്ല. ദൂതുണ്ടോ? ഇല്ല. തമ്പുരാൻ ഇടപെടുന്നുണ്ടോ? ഇല്ല. 9 മണിക്കൂർ ഇവർ ഇതിനകത്ത് കിടന്നങ്ങ് അലയുക. യേശു വരുന്നത് 4-ാം യാമത്തിലാ എന്ന് പറയാം. യാമക്കണക്ക് പറയാം. ഒരു രാത്രിക്ക് 4 യാമം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 1-ാം യാമം സന്ധ്യായാമം, പാതിരാത്രി യാമം, കോഴി കൂവുന്ന യാമം, പ്രഭാതയാമം. പറഞ്ഞേ, വെരി ഗുഡ്. 4 യാമങ്ങൾ. ഒരു യാമത്തിന് 3 മണിക്കൂർ. എത്രയാ? 12 മണിക്കൂറാ ഒരു രാത്രി. ഇതിട്ട് 3 യാമങ്ങൾ യേശു വന്നില്ലെന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ ഇവരെ ഒറ്റയാ. 9 മണിക്കൂർ ദൂതില്ല, 9 മണിക്കൂർ ദൈവപ്രവൃത്തിയില്ല, 9 മണിക്കൂർ ദൈവം തൊട്ടില്ല. നമ്മുടെ പരാതി എന്താണെന്നറിയോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ദൈവം മിണ്ടുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ദൈവം ഇടപെടുന്നില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് മറുപടിയില്ല. പക്ഷെ എന്റെ ചോദ്യം ശ്രദ്ധിച്ചേ, ദൈവം മിണ്ടുന്നില്ല, സത്യം. ദൈവം ഇടപെടുന്നില്ല, സത്യം. ദൈവം ദൂത് പറഞ്ഞില്ല, സത്യം. പക്ഷെ നിങ്ങളുടെ വള്ളം മുങ്ങുന്നില്ലല്ലോ. ഇത് പോരാ, കൈയടിച്ച് ആരാധിക്ക. നിന്റെ വള്ളം മുങ്ങിയ കഴിഞ്ഞ കോവിഡ് കാലത്ത് എത്ര സ്വപ്നം കണ്ടുവന്ന പേര് ആളുകൾ ഈ മണ്ണിനടി കിടപ്പുണ്ട്. ബോഡി പോലും നാട്ടിലോട്ട് അയച്ചില്ല. എത്ര പേര് ഈ UK-യുടെ സെമിത്തേരി കിടപ്പുണ്ട്. എത്ര പേര് കരിച്ചു കളഞ്ഞു. പക്ഷേ ഇന്ന് പകലും നീ ജീവനോടിരിക്കുക. നിന്റെ ഡെഡ് ബോഡി പെട്ടിക്കത്ത് കയറ്റേണ്ട നേരെ കഴിഞ്ഞു. പക്ഷേ
ഇന്ന് ഈ പകൽ ദൈവാത്മാവ് ഉറപ്പ് പറയുകയാ, നീ ദൈവത്തെ കണ്ടില്ല, ദൈവം വന്നില്ല, പക്ഷേ നിന്റെ വള്ളം മുങ്ങാഞ്ഞതിന്റെ പുറകിൽ ദൈവം മാത്രമാ. ഉറപ്പുള്ളവരെ ആരാധിച്ചേ. ഒരു ചെറിയ മേലാഴിക വന്ന ഒരു വീടിനകത്ത് കിടന്ന് പ്രാണനെ വിട്ടു. ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായ ഒരു വണ്ടിക്കകത്തിരുന്ന് പ്രാണനെ വിട്ടു. ചിലർക്കൊരു ഇൻഫെക്ഷൻ അടിച്ചു, ലോകത്തോട് വിട പറഞ്ഞു. അതിനേക്കാൾ മാരകമായ രോഗങ്ങൾ നിന്നെ ചുറ്റിയിട്ടും നീ ഇന്നും ഇരുന്ന് കൈയടിക്കുക അല്ലേ? വള്ളം മുങ്ങാതിരുന്നത് ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. യേശുവേ, ഓ തിരകളിന്നോളം കേട്ടിട്ടുണ്ടോ പാട്ട്? അതികഠിനമാ പടകില്ലാക്കാതം ഏറുമ്പോ നാലാം യാമത്തിൽ തിരയിന്മേൽ നടന്നവൻ, നാലാം യാമത്തിൽ തിരയിന്മേൽ നടന്നവൻ കാറ്റിനെ അഴിക്കുകയില്ലേ, തിരകളെ ശാന്തമാക്കില്ലേ. മനസ്സേ ശാന്തമാകൂ, ഹൃദയം തേങ്ങുവതെന്തേ, മനതാരിൽ തീരകളുയരൂ, തീരമണയും ശാന്തമാക. മനസ്സേ ശാന്തമാക, ഹൃദയം തേങ്ങുവതെന്തേ, മനതാരിൽ തീരകളുയരൂ, തീരമണയും ശാന്തമാക. അത് ചുമ്മാ വീട്ടിലിരുന്ന് ഇങ്ങനെ പാടണം. തിരകളിന്നോ അതികഠിനമാ എന്റെ പടകില്ലാക്കാരം ഏറുമ്പോ, നാലാം യാമത്തിൽ തിരയിന്മേൽ നടന്നവൻ, നാലാം യാമത്തിൽ തിരയിന്മേൽ നടന്നവൻ കാറ്റിനെ അടക്കുകയില്ലേ, അവൻ തിരകളെ ശാന്തമാക്കില്ലേ. അതുകൊണ്ട് ആ പാട്ടുകാരൻ അവന്റെ മനസ്സിനോട് പറയാ, മനസ്സേ ശാന്തമാക, ഹൃദയം തേങ്ങുവതെന്തേ, മനതാരിൽ തീരകളുയരൂ, തീരമണയും
നിങ്ങൾ അക്കരയ്ക്ക് പോകും. ഈ 9 മണിക്കൂറുകൾ ദൈവം പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് ദൈവം നിന്നെ കൈവിട്ടു എന്നുള്ളതിന്റെ സിഗ്നലൊന്നും അല്ല. ദൈവത്തിന്റെ മൗനങ്ങളിൽ വാചാലതയുണ്ട്. ദൈവം വെളിപ്പെടാതിരിക്കുമ്പോഴുള്ള വെളിപ്പെടലുകളുണ്ട്. എനിക്ക് കോവിഡ് വന്ന് ഒത്തിരി കൂടിപ്പോയി, ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം. ഞങ്ങളെല്ലാം ചത്തെന്ന് പറഞ്ഞ നാട്ടുകാരിലായിരിക്കുമ്പോഴാണ്. എനിക്ക് 3 വർഷം മേലാഴിയായിരുന്നു. ഞാൻ ഒത്തിരി തവണ ഹോസ്പിറ്റലൈസ്ഡായി, ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ നടത്തിയിട്ട്, ഒത്തിരി നാളുകൾ ശ്വാസം മുട്ടൽ കൂടി. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഒരു 13-14 വയസ്സുള്ള സമയം തൊട്ടേ ഞാൻ പ്രവചിക്കാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ 40-46 വയസ്സ് കഴിഞ്ഞെന്നാണ് വീട്ടുകാർ അവകാശപ്പെടുന്നത്. അപ്പം ഞാൻ കർത്താവിനോട് പല കാര്യങ്ങൾ അലമുറയിട്ട് ചോദിച്ചിട്ട്, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു ഹോബിയാണ്. അനുഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇന്ന് 3 മണിക്കകത്ത് നീ പ്രവർത്തിച്ചില്ല, പിന്നെ ഈ പുസ്തകമായിട്ട് ഞാൻ നടക്കല്ലെന്ന് പറഞ്ഞ പുസ്തകം കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. വളരെ എമർജൻസി ആയിട്ടുള്ള ടൈമുകളിൽ കർത്താവ് ഭയങ്കര കൂളായിട്ട് മിണ്ടാതിരിക്കും. ലോകത്തിലെ ഏറ്റവും വൈകാരികത നിറഞ്ഞ സമയം യേശു ഗാൽഗുഥയിലേക്ക് നടക്കുന്ന 18 മണിക്കൂറുകളാണ്. ആ 18 മണിക്കൂർ ഒരു തവണ പോലും പിതാവ് വേണ്ടിയിട്ടില്ലല്ലോ. എന്നിട്ട് യേശു ക്രൂശിൽ കടന്ന് വിളിച്ചത് പിതാവേ എന്ന് തന്നെയല്ലേ. അപ്പൊ ദൈവത്തിന്റെ മൗനത ബന്ധം വിടുന്നതിന്റെ ലക്ഷണമാണോ? ഇനി ആരാ ആത്മീകൻ? ദൈവത്തിന്റെ മൗനങ്ങൾക്ക് ലിപി ഉണ്ടാക്കുന്നവനാണ് ആത്മീകൻ. അവൻ മിണ്ടാതിരുന്നാലും അവൻ എൻ്റെ ദൈവമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലാവും. ഒരു പ്രവാചകന് നിങ്ങളോട് ചില സമയത്ത് ദൂത് പറയുകയില്ല. ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയില്ല. ആ സമയമൊക്കെ നിങ്ങൾ ഓർത്തോണം, ആ സമയമൊക്കെ ദൈവത്തിന്റെ കയ്യിൽ മാത്രമുള്ള സമയമാണ്. ആ സമയമൊന്നും ദൈവം ഒരു പ്രവാചകനെ അലോ ചെയ്യുകയില്ല. ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുകയില്ല, ദൈവത്തിനല്ലാതെ. പക്ഷെ ആ ടൈമൊക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഗോൾഡൻ ടൈമുകളാണ്. അത് നമുക്ക് അന്നേരം മനസ്സിലാകുകയല്ല, പിന്നെ മനസ്സിലാകും. ഹലോ, ഫീൽ ചെയ്തിട്ടുള്ളവർ എത്ര പേരുണ്ട്? പെട്ടെന്ന് പറഞ്ഞു വിടാം. 10ാമത്തെ മണിക്കൂർ യേശു കടലിന്റെ മേളിൽ നടന്നു വരുന്നത് കണ്ടപ്പം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പത്രോസിനൊരു കാര്യം മനസ്സിലായി, പടകെന്ന ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 9 മണിക്കൂർ ഈ തിര ഒരു ലിമിറ്റിന്റെ അപ്പുറത്തോട്ട് ചാടാഞ്ഞതിന്റെ കാരണം കർത്താവ് അതിനെ ചവിട്ടിപ്പിടിച്ചത് കൊണ്ടാണ്. നീ ജനിച്ച ഗർഭപാത്രത്തിന്റെ മഹത്വമോ ഊർത്തി കുടിച്ച പാലിന്റെ ശ്രേഷ്ഠതയോ കിടന്നു കളിച്ച ആ ഈട്ടിക്കെട്ടിലിന്റെ മഹത്വമോ അല്ല. എവിടെയോ ആ പ്രശ്നങ്ങൾ നിന്റെ തലയ്ക്ക് മേളിൽ വരാഞ്ഞത് എന്റെ കർത്താവപ്പ അതിനെ ചവിട്ടിപ്പിടിച്ചത് കൊണ്ടാണ്. ഈ ചില വിഷയങ്ങളെ ഓർത്ത്, നാളുകളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരെ ഇതിനകത്തുണ്ട്. അവരോട് ഞാനൊരു പ്രോഫസി പറയാം. ജസ്റ്റ് ബി കൂൾ, ശാന്തമായിട്ടിരിക്കുക. ആ പ്രശ്നം തമ്പുരാന്റെ കാൽ കീഴിലാണ്. ആ പ്രശ്നം യേശുവിന്റെ കാൽ കീഴിലാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറഞ്ഞാട്ടെ. നീ വിചാരിക്കുന്ന പോലെ നിന്റെ ലൈഫ് ഒരു ദുരന്തം ആകുകയില്ല. നീ നിരാശയോടെ കൊച്ചി പോയി ഇറങ്ങുകയില്ല. നാട്ടുകാരുടെ മുമ്പിൽ നീ അപമാനിക്കപ്പെടത്തില്ല. എന്റെ സ്നേഹിതന്റെ വിസ തീർന്നു. കയറിപ്പോകാൻ 4 ദിവസമുള്ളപ്പോൾ അടുത്ത വിസ അടിച്ചുകൊണ്ട് കൈ കൊടുത്തു. പോകാനുള്ള തുണി പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇനി ഞാൻ പെട്ടെന്ന് ഓരോ ദൂത് പറയും. ഓരോ ദൂതിൽ തൂങ്ങി കിടക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. കർത്താവ് വന്നിച്ച് വള്ളത്തെ കയറിയോ?
പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ സമയം പോകുന്നു. കർത്താവ് കടലിൽ നിന്നു. അന്നേരം പത്രോസ് ചോദിക്കുക, നീ കർത്താവാണോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? നിങ്ങളൊന്ന് ആഴത്തിൽ കേട്ടേ. നീ കർത്താവാണോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ ചോദിച്ചു, പത്രോസെ അങ്ങേക്ക് വട്ടുണ്ടോ? അങ്ങ് നിൽക്കുന്ന വള്ളത്തിൽ, യേശു നിൽക്കുന്നത് വെള്ളത്തില്. തപ്പിപ്പേദം തോമെന്ന് പറഞ്ഞ പോലെ ഉള്ളതിൽ നല്ലത് വള്ളമല്ലേ? ഞാൻ പത്രോസിനോട് ചോദിച്ചു, വള്ളത്തിൽ നിന്നാ പോരെ? പത്രോസ് പറഞ്ഞ വാക്ക് കാണും, യേശു ഇല്ലാത്ത വള്ളത്തിനേക്കാൾ നല്ലത് യേശു നിൽക്കുന്ന കടലാണ്. ഞാൻ പണ്ട് എവിടെയോ യൂത്ത് ക്യാമ്പിനെ കണ്ടുപോയപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചു, സ്വർഗം സ്വർഗമായത് എന്തുകൊണ്ടാണ്, നരകം എന്തുകൊണ്ട് നരകമായി? എന്നിട്ട് ഒരുത്തൻ ചാടി നരകം നരകമാകാൻ കാര്യം അവിടെ തീ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ തീയില്ലേ? ഉണ്ട്, അവിടെ തീ ഉണ്ടല്ലോ, അവിടെ കത്തുന്നില്ലേ? നോക്കുന്നുണ്ടോ? തീ കത്തുന്നോ നോക്കുന്നുണ്ടോ? ഇല്ലേ? 6 മണി കഴിഞ്ഞ് കിടത്തുകല്ലേ ഇവര്? അവിടെ തീയില്ലേ? തീ ഉള്ളത് കൊണ്ട് നരകായോ? അന്നേരം വേറൊരുത്തം പറഞ്ഞു, അവിടെ കരച്ചിലും പല്ലും. ഞാൻ പറയും, എടാ എവിടെയാടാ കരച്ചിലില്ല? അപ്പൊ തീ ഉള്ളത് കൊണ്ട് നരകമായില്ല, കരച്ചിലും പല്ലുകടി ഉള്ളതുകൊണ്ട് നരകമായില്ല. അപ്പൊ നരകമാകാനുള്ള ഏക കാരണം ഇവിടെ യേശു ഇല്ലാത്തതാ. യേശു ദൈവം തീക്കകത്ത് വന്നപ്പോ തീ സ്വർഗമായില്ലേ? അന്നേരം ഞാൻ വേറൊരുത്തരോട് ചോദിച്ചു, സ്വർഗമാകാനുള്ള കാരണം അവിടെ ജീവജലത്തിന് നദിയുണ്ട്. ഞാൻ പറഞ്ഞ, എടാ 44 നദി ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഇതന്നെ അത് സ്വർഗമായത്. അപ്പൊ സ്വർഗമായതിന്റെ ഏക കാരണം നിറമുള്ള ആപ്പിളും കളറുള്ള ഓറഞ്ചും അല്ല, യേശു ഉണ്ട്. നാളൊരു ദേവദാസൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു വാക്ക് ആരണ്ടൊക്കെ വിമർശിക്കുന്ന കേട്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് കറക്റ്റ് ആയിരുന്നു. യേശു ഇല്ലാത്ത സ്വർഗം പോലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, എനിക്ക് എന്റെ അറ്റാച്ച്മെന്റ് സ്വർഗത്തോടല്ല, എന്റെ അറ്റാച്ച്മെന്റ് ഈ ആളിനോടാണ്. യേശു കടലിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് കേൾക്കണം. ഇപ്പം നിർത്താം. പത്രോസ് ചോദിച്ചു, നീ കർത്താവാണോ? യേശു അടുത്ത വാക്കച്ച, ഞാൻ അങ്ങോട്ട് വരട്ടെ? അതിന് യേശു പറഞ്ഞ മറുപടി, എന്നാ പത്രോസ് പാടാന്നാണോ? നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പത്രോസെ പാടാന്നാണോ? നോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു യൂണിവേഴ്സൽ വേർഡാണ്, വരിക. അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വിശ്വസിക്കുന്ന ആർക്കും വരാം. Just you come out. പുറത്തു വാ. നിന്നെ കഴിഞ്ഞ 10 മണിക്കൂർ ഇട്ട് പേടിപ്പിച്ച സ്ഥലത്ത് നിന്ന് you come out. ആ സാഹചര്യത്തിൽ നിന്ന് വെളിവാ. എനിക്കറിയില്ല, നിന്നെ വേദനിപ്പിക്കുന്ന ചില സാഹചര്യത്തിന്റെ അകത്തുനിന്ന് നീ പുറത്തു വരാൻ പോകുകയാ. ഒരു വാക്കൂടെ പറയാനേ ഉള്ളൂ. എനിക്കവിടെ ദൂതുണ്ട്. പത്രോസ് വെള്ളത്തിൽ കാല് വെച്ചു. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ഹലോ, വെള്ളത്തിൽ കാല് വെച്ചു. വെള്ളത്തിൽ കാല് വെച്ച് ഇങ്ങനെ നടക്കുക. എല്ലാരും പത്രോസിനോട് പറഞ്ഞു, വെള്ളത്തിൽ കാലിച്ച താന്നു പോകുന്നു. വെള്ളത്തിൽ കാലിച്ച താന്നു പോകല്ലേ? ഹലോ, വെള്ളത്തിൽ കാലിച്ച താന്നു പോകല്ലേ? അന്ത്രയോസ് പത്രോസിന്റെ കയ്യെ പിടിച്ചു, അച്ഛ വെള്ളത്തിൽ കാല് വെക്കരുത്, താന്നു പോകും.
റോളിൽ താത്താടെ മക്കളെ. അന്ത്രയോസ് പറഞ്ഞ അച്ഛൻ ഞാൻ ഇന്നലെയും താന്നു പോയതാ. ഫിലിപ്പോസ് പറഞ്ഞ ഞാൻ മിനിഞ്ഞാന്നും താന്നു പോയതാ. അച്ഛൻ വെള്ളത്തിൽ കാല് വെക്കരുത്. നിങ്ങൾക്ക് എൻ്റെ റിയാലിറ്റി വല്ലതും മനസ്സിലായോ? വെള്ളത്തിൽ കാല് വെച്ചാൽ എന്ത് ചെയ്യും? ലിനന്റെ വെള്ളഷർട്ട് ഇട്ടാലും അക്കോബയുടെ വെള്ള ചുടുതാർ ഇട്ടാലും മീശ വടിച്ചാലും താഴും. ഞാൻ ഒന്ന് രണ്ട് വിശുദ്ധി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ കാല് വെച്ചാൽ എന്ത് ചെയ്യും? അത് ഏത് പൊന്നിന്റെ മോനാണെങ്കിലും താഴും. അന്ത്രയോസ് പറഞ്ഞ അച്ഛൻ കാല് വെച്ചാൽ താഴും എന്ന് പറഞ്ഞു. പത്രോസ് അന്ത്രയോസിനോട് പറഞ്ഞ് ഞാൻ കാല് വെക്കും. അന്ത്രയോസ് പറഞ്ഞ അച്ഛൻ മുങ്ങും. പുള്ളി പറഞ്ഞ് മുങ്ങുകയില്ല. അതിൻ്റെ കാര്യം ഞാൻ വെള്ളത്തെ കാല് വെച്ചാലേ മുങ്ങത്തുള്ളൂ. ഞാൻ കാല് വെക്കുന്ന എങ്ങോട്ടെന്നറിയോ? വരിക എന്ന് പറഞ്ഞ വാക്കില്ലേ, അതെന്റെ വാഗ്ദത്തമാണ്. അതെ, ചവിട്ടിയ താഴുകല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാൻ എങ്ങനെയാണ്? ഞാൻ ആ കസേരയും കൊണ്ട് ചാടിയത്. അതുകൊണ്ട് എന്നെ കർത്താവ് അവിടെ ഇരുത്താൻ. എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടാൽ എനിക്കിരിക്കാൻ പറ്റുകയില്ല. നിങ്ങളെ എന്നാ വെച്ചിട്ട് ചോദിച്ചിരിക്കുമോ ദൈവത്തിനറിയാം. പത്രോസ് ഞാൻ താഴുകല. അതിന്റെ കാരണം എന്റെ കാല് വെക്കുന്ന വാഗ്ദത്തത്തിലാണ്. ഇനി രണ്ട് കാര്യം പറയാൻ പോകും. ഒന്ന്, 12 പേര് അക്കരേന്ന് പോകുന്നത്. റൈറ്റ്, ഹലോ, 12 പേരും അക്കരെ ചെല്ലുകയും ചെയ്തു. ഇച്ചൂടെ കയറ്റി പറയാം, ഇക്കരേന്ന് പോകുന്നത് 12 പേരാ. 12 പേരും അക്കരെ ചെന്നു. 11 പേർക്ക് പോന്നപ്പോഴും അക്കരെ ചെന്നപ്പോഴും അവരുടെ അഡ്രസ്സ് മറ്റേത് തന്നെയാ, പഴയ അഡ്രസ്സാ. പക്ഷെ പത്രോസിന്റെ അഡ്രസ്സ് മാറി. പറയാം, അവര് തുഴഞ്ഞക്കരെ വന്നു. പൗലോസ് വെള്ളത്തെ നടന്നു കയറി. നിന്റെ അഡ്രസ് ദൈവം മാറ്റാൻ പോയാ. നിന്റെ അഡ്രസ് ദൈവം മാറ്റാൻ പോയാ. നിന്റെ അഡ്രസ്, നിന്റെ ഇനി ഒറ്റ കാര്യം കൂടെ. പത്രോസിന്റെ പിതാക്കന്മാരെ ഒത്തിരി കൊന്നിട്ടില്ലേ ഈ കടല്? ഇല്ലേ? മീൻ പിടിക്കാൻ പോയി എത്രയോ പേരുടെ ഡെഡ് ബോഡി കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. ഈ കടൽ എത്ര അമ്മമാരെ വിധവമാരാക്കി. ഈ കടൽ എത്ര മക്കളെ അനാഥരാക്കി. പിതാക്കന്മാരെ തകർത്ത വ്യാപാരം ഇപ്പൊ പത്രോസിന്റെ കാൽ കീഴിലിരിക്കുക. നിന്റെ കുടുംബത്തെ ഇന്നലെ വരെ വലച്ച ശാപത്തെ നീ ചവിട്ടാൻ യേശുവേ എന്ന് വിളിച്ച യേശുവേ, ഇതൊരു സാധാരണ രാത്രിയല്ല. ചിലതിനെ ചവിട്ടാൻ, ചിലതിനെ ചവിട്ടാൻ. ഇന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട് എന്റെ വീടിനകത്ത് കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി നിന്ന ശാപം എന്റെ കാലിന്റെ അടിയിലാകാൻ പോവാ? ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.
എഴുന്നേറ്റ് നിന്നാട്ടെ. മുഖത്തെ പാത്ത് ആരാധിപ്പേ, ഹൃദയം തന്ന് ആരാധിപ്പേ, മുഖത്തെ പാത്ത് ആരാധിപ്പേ, ഹൃദയം തന്ന് ആരാധിപ്പേ. ഉന്നതനാവിയേ ഊറ്റിത്തള്ളീരേ, ഇറക്കമുള്ള പെരിയ ദേവനേ, മുഖത്തെ പാത്ത് ആരാധിപ്പേ, ഹൃദയം തന്ന് ആരാധിപ്പേ, മുഖത്തെ പാത്ത് ആരാധിപ്പേ, ഹൃദയം തന്ന്. ദൈവമക്കൾ ഒരു നിമിഷം എന്നെ കണ്ണൂർ നോക്കി. നിങ്ങൾ യോഗം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് കയറി ആ റൂമിനകത്തൊരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാറ്റയോ എന്തായാലും ഇംഗ്ലീഷ് പറയുന്ന എന്തെങ്കിലും ഒരു സാധനത്തെ കണ്ടാൽ അതവിടെ ജീവിച്ചോട്ടെ നിങ്ങൾ വെക്കുവോ? ഡ്രസ്സ് മാറുന്നതിനും അതിനെ തല്ലിക്കൊല്ലിയല്ലേ? മുറിക്കകത്തൊരു പാമ്പിരുന്നാലോ? എന്നാ അയ്യോ പാവം വൈകിട്ട് ഫുഡ് കൊടുത്തേച്ച് ചെയ്യാറുണ്ടോ? നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യാപാരത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുവദിക്കരുത്. ഇന്ന് അതിനെ യേശുവിന്റെ നാമത്തിൽ ചവിട്ടണം. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുക. എന്തോ വ്യാപാരങ്ങളെ യേശു ചവിട്ടുന്നു. നിന്നെ ഒതുക്കുന്ന, നിന്നെ ഞെരുക്കുന്ന വെല്ലുവിളികളെ യേശു ചവിട്ടുന്നു. യേശു അന്യഭാഷ. Come on. ആ വ്യാപാരങ്ങളെ മെതിക്ക് ചവിട്ട്, ചവിട്ടതിനെ ചവിട്ട്, 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 ചിലതിനെ ചവിട്ട്. Come on. ചിലതിനെ കാലിന്റെ കീഴിലാക്ക്, കാലിന്റെ കീഴിൽ. Come on, come on. വായി തുറക്ക്. ഷാറ്റേ അർബാബ സാറ്റാബ അർത്തറാകസക് അകറബ കലബ ശബ്ദരെ അർബന ഷൈഡസ് ലോതാര ബൗജസതാരയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപങ്ങളും come on. Sharaba sataraba arbala shabdere aurdas karaya karaba shatara.